ജനിച്ച കുഞ്ഞ് പെണ്ണാണെന്നറിഞ്ഞാൽ അതിനെ പാലിൽ മുക്കിക്കൊന്ന് കുഴിച്ചിടുന്ന ദുരാചാരം നിലനിന്നിരുന്ന ഒരു ഗ്രാമത്തിലേക്ക് 5 പേരുടെ ഭാര്യയായി ഒരു പെൺകുട്ടി കടന്നു വരുന്നു. ആ ഗ്രാമത്തിലേക്ക് വന്നതിന് ശേഷം ശാരീരികവും മാനസികവുമായി അവൾ അനുഭവിക്കുന്ന പീഡനങ്ങളെ തുറന്നു കാട്ടുന്നതാണ് ഈ സിനിമ. മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ ഒരു ഗ്രാമത്തിൽ ഒരു സ്ത്രീ പ്രസവ വേദന കൊണ്ട് പുളയുന്നതാണ് കാണിക്കുന്നത്. ആ സ്ത്രീയുടെ ഹസ്ബൻഡ് പുറത്ത് ടെൻഷനോടെ കാത്തു നിൽക്കുകയാണ്. കുറച്ചു സമയത്തിന് ശേഷം കുട്ടി കരയുന്ന ശബ്ദം പുറത്തു നിൽക്കുന്നവർ കേൾക്കുന്നു. അത് കേട്ടപ്പോൾ ആ കുട്ടിയുടെ അച്ഛനും കൂടെയുള്ളവരും വളരെ ആഹ്ലാദിക്കുന്നുണ്ട്. അപ്പോൾ പ്രായമായൊരു സ്ത്രീ പുറത്തേക്ക് വന്നിട്ട് ജനിച്ചത് പെൺകുട്ടിയാണെന്ന് പറയുന്നു. അതേസമയം ആഹ്ലാദിച്ചവരൊക്കെ പെട്ടെന്ന് നിശബ്ദരാകുന്നുണ്ട്. അടുത്ത സീനിൽ ആ കുട്ടിയുടെ അച്ഛൻ ആ പെൺകുട്ടിയെ ഒരു പാല് നിറച്ച പാത്രത്തിൽ മുക്കിക്കൊല്ലുകയാണ്. അടുത്ത് ജനിക്കുന്ന കുട്ടി ആൺകുട്ടിയാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അയാൾ ആ കുട്ടിയെ കൊല്ലുന്നത്. പണ്ട് കാലത്ത് ചില സ്ഥലങ്ങളിൽ പെൺകുട്ടികൾ ജനിച്ചാൽ ഉടൻ തന്നെ അവരെ കൊന്നുകളയുമായിരുന്നു. അതുപോലൊരു ചടങ്ങാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. അടുത്ത സീനിൽ കുറേ വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു കാലഘട്ടമാണ് നമ്മെ കാണിക്കുന്നത്. ഗ്രാമത്തിൽ ഒരു ഡാൻസ് പ്രോഗ്രാം നടക്കുകയാണ്. ഒരു പുരുഷൻ സ്ത്രീയുടെ വേഷം ധരിച്ച് അതിൽ ഡാൻസ് ചെയ്യുകയാണ്. ആളുകൾ ആ ഡാൻസ് കണ്ട് നന്നായി എൻജോയ് ചെയ്യുന്നുമുണ്ട്. പ്രോഗ്രാം അവതരിപ്പിക്കുന്നവരും കാണുന്നവരുമെല്ലാം പുരുഷന്മാരാണ്. ആ ഗ്രാമത്തിൽ സ്ത്രീകളൊന്നുമില്ല എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിനുശേഷം ആ ഗ്രാമത്തിലെ ഒരു ഫാമിലിയെ കാണിക്കുകയാണ്. രാംചരൺ എന്ന ആളും അയാളുടെ 5 ആൺമക്കളും അടങ്ങിയതാണ് ആ ഫാമിലി. അവരുടെ വീട്ടിലും സ്ത്രീകൾ ആരുമില്ല. രാംചരൺ വീട്ടിലെ ജോലികൾ ചെയ്യാൻ വേണ്ടി രഘു എന്നൊരു പയ്യനെ ജോലിക്ക് വെച്ചിട്ടുണ്ട്. രഘു താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാളാണ്. രാംചരന്റെ മൂത്ത മകനാണ് രാകേഷ്. രാകേഷിന് വിവാഹപ്രായം കഴിഞ്ഞ് കുറേയായി. ഇതുവരെ വിവാഹം കഴിക്കാൻ പറ്റിയിട്ടില്ല. അത് രാകേഷ് എപ്പോഴും രാംചരന്റെ അടുത്ത് പറയാറുണ്ട്. ആ കാലഘട്ടത്തിൽ വിവാഹം കഴിക്കാൻ പെൺകുട്ടികളെ കിട്ടാറേ ഇല്ല. രാംചരൺ മകന് വേണ്ടി കുറേ തിരഞ്ഞിട്ടും പെൺകുട്ടിയെ കിട്ടിയില്ല. അയാൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണെന്ന് രാകേഷിന്റെ അടുത്ത് പറയുന്നു. ഇത് കേട്ട് ദേഷ്യപ്പെട്ട രാകേഷും അയാളുടെ 3 സഹോദരന്മാരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. രാംചരന്റെ 5ാമത്തെ മകൻ സൂരജ് മാത്രം അവിടെ ഇരിക്കുന്നുണ്ട്. അയാളുടെ മക്കളിൽ ഏറ്റവും സൽസ്വഭാവിയാണ് സൂരജ്. അവൻ മാത്രമാണ് രാംചരൺ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. അവൻ ഇപ്പോൾ കോളേജിൽ പഠിക്കുകയാണ്. അടുത്ത ദിവസം രാംചരൺ ഒരു ജോത്സ്യനെ വീട്ടിലേക്ക് വിളിപ്പിച്ച് രാകേഷിന് വേണ്ടി ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ പറയുന്നു. രാംചരൺ എത്ര പൈസ വേണമെങ്കിലും തരാൻ തയ്യാറാണെന്നും രാകേഷിന് വേണ്ടി ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കാനും 14-15 വയസ്സുള്ള പെൺകുട്ടിയാണെങ്കിലും കുഴപ്പമില്ല എന്നും ജോത്സ്യനോട് പറയുന്നുണ്ട്. അപ്പോൾ ജോത്സ്യനാകട്ടെ താൻ അടുത്തുള്ള എല്ലാ ഗ്രാമങ്ങളിലും കയറി ഇറങ്ങിയെന്നും 14-15 വയസ്സുള്ള പെൺകുട്ടികൾ പോയിട്ട് 80 വയസ്സുള്ള മുത്തശ്ശി പോലും എവിടെയുമില്ല എന്നും പറയുന്നു. എന്നാലും ജോത്സ്യൻ രാകേഷിന് വേണ്ടി ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ മാക്സിമം ശ്രമിക്കാമെന്നും പറഞ്ഞു. ജോത്സ്യന് ഒരു ശർബത്ത് ഉണ്ടാക്കി കൊടുക്കുന്നു. അയാൾ അത് കുടിക്കുകയും ചെയ്യുന്നുണ്ട്. രാത്രിയിൽ ആ ഗ്രാമത്തിലെ പുരുഷന്മാരെല്ലാം പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ഒരു ടിവിയുടെ മുന്നിൽ പോയിരിക്കുന്നത് നമുക്ക് കാണാം. ആ ടിവിയിൽ പോൺ മൂവി കാണാനാണ് എല്ലാവരും അവിടെ വന്നിരിക്കുന്നത്. പ്രായമായ വൃദ്ധന്മാർ വരെ അവിടെ ഉണ്ടായിരുന്നു. ആ മൂവി കണ്ട് കാമം മൂത്ത രാകേഷ് ഒരു പശുവിന്റെ അടുത്തെത്തി പ്രകൃതി വിരുദ്ധ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നു. വീട്ടിലെ എല്ലാവരും ഭക്ഷണം കഴിച്ച ശേഷം ബാക്കി വരുന്ന ഭക്ഷണം രഘു തന്റെ ചേട്ടനും അങ്കിളിനും കൊണ്ട് കൊടുക്കാറുണ്ട്. രഘുവിന്റെ ചേട്ടൻ അത്ര ബുദ്ധി വളർച്ചയില്ലാത്ത ഒരാളാണ്. രാകേഷ് ഒരു സ്കൂളിലെ അധ്യാപകനാണ്. അയാൾ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാളുടെ സുഹൃത്തായ പപ്പു അയാളെ കാണാൻ വേണ്ടി സ്കൂളിലെത്തുന്നു. പപ്പുവിന്റെ വിവാഹം ഉറപ്പിച്ചത് രാകേഷിന്റെ അടുത്ത് പറയാനാണ് വന്നത്. പപ്പു തന്റെ അച്ഛൻ കുറെ അന്വേഷിച്ച് തനിക്ക് വേണ്ടി 14 വയസ്സുള്ള ഒരു സുന്ദരിയെ കണ്ടുപിടിച്ചെന്നും വിവാഹത്തിന് തീർച്ചയായി വരണമെന്നും രാകേഷിന്റെ അടുത്ത് പറയുന്നു. ആ ഗ്രാമത്തിൽ 15 വർഷത്തിന് ശേഷം നടക്കുന്ന വിവാഹമായിരുന്നു അത്. അത് കേട്ട് രാകേഷിന് വല്ലാത്ത അസൂയ തോന്നുന്നുണ്ട്. രാകേഷ് തന്റെ ഫീലിംഗ്സ് മറയ്ക്കാൻ ഒരു സ്റ്റുഡന്റിന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ട്. ജോത്സ്യൻ രാംചരന്റെ വീട്ടിൽ വരുമ്പോൾ രഘു ഒരു ശർബത്ത് ഉണ്ടാക്കി കൊടുക്കാറുണ്ടല്ലോ. ജോത്സ്യൻ രഘുവിന്റെ അടുത്ത് വളരെ മോശമായി പെരുമാറുന്നത് കൊണ്ട് രഘു ആ ശർബത്തിൽ മൂത്രം കലക്കിയാണ് കൊടുക്കാറുള്ളത്. ജോത്സ്യൻ രാംചരന്റെ അടുത്തിരുന്ന് രാകേഷിന്റെ ജാതകം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്ക് രാകേഷ് അവിടെ വന്ന് പപ്പുവിന്റെ വിവാഹം നിശ്ചയിച്ചു എന്നും തനിക്ക് ഇതുവരെ വിവാഹം കഴിക്കാൻ സാധിച്ചിട്ടില്ല എന്നും പറയുന്നു. അതിന്റെ അമർഷം രാകേഷ് രാംചരന്റെ അടുത്ത് പ്രകടിപ്പിക്കുന്നുണ്ട്. പപ്പുവിന്റെ കുടുംബത്തിന് പെൺകുട്ടിയെ എവിടെ നിന്ന് കിട്ടിയെന്നറിയാൻ വേണ്ടി ജോത്സ്യൻ പപ്പുവിന്റെ വീട്ടിലെത്തുന്നുണ്ട്. അവിടെ പപ്പുവിന്റെ വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഗ്രാമത്തിൽ നിന്നാണ് പെൺകുട്ടിയെ കിട്ടിയതെന്ന് പപ്പുവിന്റെ അച്ഛൻ ജോത്സ്യനോട് പറയുന്നു. പപ്പുവിന്റെ വിവാഹത്തിന്റെ ആഘോഷങ്ങൾ തുടരുകയാണ്. മണ്ഡപത്തിൽ കല്യാണത്തിന്റെ ചടങ്ങുകൾ നടക്കുന്നതിനിടയിൽ പപ്പുവിന്റെ അച്ഛൻ പെൺകുട്ടിയുടെ അച്ഛന് 2 ലക്ഷം രൂപയും 2 പശുക്കളും കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് അവസാന ചടങ്ങുകൾ ആരംഭിക്കുന്നത്. അതിനിടയിൽ ആരോ വന്ന് ജോത്സ്യന്റെ ചെവിയിൽ എന്തോ പറയുന്നുണ്ട്. കല്യാണ പെണ്ണും ചെക്കനും അഗ്നികുണ്ഡത്തിന് വലം വെക്കുമ്പോൾ ജോത്സ്യൻ ആ പെൺകുട്ടിയുടെ പാവാട വലിച്ചൂരുന്നു. അപ്പോൾ അത് പെൺകുട്ടിയല്ല എന്നും
പെൺവേഷം കെട്ടി വന്ന ആൺകുട്ടിയാണെന്ന് മനസ്സിലാവുന്നു. പെൺകുട്ടികൾ കുറവായതുകൊണ്ട് ചില ആളുകൾ സ്ത്രീധനം വാങ്ങാൻ വേണ്ടി തങ്ങളുടെ ഏറ്റവും ചെറിയ ആൺകുട്ടിയെ പെൺവേഷം കെട്ടിച്ച് വിവാഹം കഴിപ്പിക്കുകയും വിവാഹരാത്രിയിൽ തന്നെ സ്ത്രീധനമായി നാടുവിടാറുമുണ്ട്. അങ്ങനെ ഒന്നാണ് ഇവിടെയും നടന്നത്. ഈ സംഭവം കണ്ട് എല്ലാവരും ഷോക്കാകുന്നു. അതിനുശേഷം എല്ലാവരും പപ്പുവിനെ കളിയാക്കി ചിരിക്കുന്നുമുണ്ട്. ജോത്സ്യൻ ഏതോ പൂജയ്ക്ക് വേണ്ടി അടുത്തൊരു ഗ്രാമത്തിലേക്ക് പോകുന്നു. പൂജ കഴിഞ്ഞതിന് ശേഷം രാത്രി ആയതുകൊണ്ട് അവിടെ ആ ഗ്രാമത്തിൽ തന്നെ അയാൾ തങ്ങുകയാണ്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് അയാൾ പ്രഭാത കർമ്മങ്ങൾക്കായി ഒരു നദിക്കരയിലെത്തുന്നു. അവിടെ കുറച്ചു ദൂരെ നിന്ന് ഒരു പെൺകുട്ടിയുടെ ശബ്ദം അയാൾ കേൾക്കുന്നു. അപ്പോൾ ജോത്സ്യൻ ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് പോയി നോക്കുകയാണ്. അവിടെ ഒരു പെൺകുട്ടി മരത്തിൽ ഇരുന്നു കൊണ്ട് ഒരു പാട്ട് മൂളുന്നത് കേൾക്കുന്നുണ്ട്. ആ പെൺകുട്ടിയെ അയാൾ കാണുന്നുമുണ്ട്. അയാളെ കണ്ടതും ആ പെൺകുട്ടി മുഖം മറച്ച് ഇറങ്ങി ഓടുന്നു. ജോത്സ്യൻ അവളുടെ പിന്നാലെ പോകുന്നുണ്ട്. അവൾ ഓടി ഒരു കോണിപ്പടി കയറി ഒരു വീടിന്റെ മുറ്റത്തേക്ക് ചാടുന്നു. ജോത്സ്യനും കോണി കയറി അങ്ങോട്ട് ചാടാൻ നോക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ അച്ഛൻ പ്രതാപ് തല്ലാൻ വേണ്ടി വടിയുമായി വരുന്നു. ജോത്സ്യനാണ് അയാളെന്ന് മനസ്സിലാക്കിയപ്പോൾ പ്രതാപ് അയാളെ സ്വീകരിച്ചിരുത്തി സംസാരിക്കുന്നു. ജോത്സ്യൻ പ്രതാപിനോട് നിങ്ങളുടെ മകളെ നിങ്ങൾ എന്തിനാണ് ഇത്ര നാൾ ഒളിച്ചു വെച്ചതെന്ന് ചോദിക്കുന്നു. തന്റെ വീട്ടിൽ പെൺകുട്ടി ഉണ്ടെന്ന് അറിഞ്ഞാൽ നാട്ടുകാർ തന്റെ മകളെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പ്രതാപ് പറയുന്നു. ഇനി തന്റെ മകളുടെ കല്യാണം നല്ലൊരു കുടുംബത്തിൽ നടത്തണമെന്ന് മാത്രമാണ് തന്റെ ആഗ്രഹമെന്നും പ്രതാപ് പറയുന്നുണ്ട്. അതിനു പറ്റിയൊരു കുടുംബവും വരനും തന്റെ കയ്യിലുണ്ടെന്ന് ജോത്സ്യൻ പറയുന്നു. സ്ത്രീധനമായി 1,00,000 രൂപയും ഒരു പശുവിനെയും തരുമെന്നും പറയുമ്പോൾ പ്രതാപ് ആ വിവാഹത്തിന് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ജോത്സ്യൻ സൈക്കിൾ എടുത്ത് പെട്ടെന്ന് രാംചരന്റെ വീട്ടിലെത്തുന്നു. രാകേഷിന് വേണ്ടി ഒരു ഒത്ത പെൺകുട്ടിയെ അയാൾ കണ്ടെത്തിയെന്നും പെട്ടെന്ന് റെഡിയായി അവിടെ പോയി വിവാഹം ഉറപ്പിക്കണമെന്നും അയാൾ രാംചരനോട് പറയുന്നു. രാകേഷ് ആ സമയം വീട്ടിലില്ലായി. രാംചരൻ രാകേഷിന്റെ ഫോട്ടോയുമായി സൂരജിന്റെ കൂടെ അവരുടെ വണ്ടിയിൽ കയറി പ്രതാപിന്റെ വീട്ടിലേക്ക് പോകുകയാണ്. അവർ അവിടെ ചെന്ന് ആ പെൺകുട്ടിയെ കാണുന്നുണ്ട്. അവളുടെ പേര് കൽക്കി എന്നാണ്. രാംചരൻ രാകേഷിന്റെ ഫോട്ടോ പ്രതാപിനെ കാണിക്കുന്നു. പക്ഷേ ഫോട്ടോ കണ്ട പ്രതാപ് രാകേഷിന് വയസ്സ് കൂടുതലാണെന്നും കൽക്കിയെ വേണമെങ്കിൽ ഇളയ മകൻ സൂരജിന് കല്യാണം കഴിച്ചു കൊടുക്കാമെന്നും പറയുന്നു. മൂത്ത മകനെ കണ്ടാൽ തന്നെ തന്റെ മകൾ പേടിക്കുമെന്നും അവൾ ചെറിയൊരു കുട്ടിയാണെന്നും പ്രതാപ് പറഞ്ഞു. രാകേഷിന്റെ കല്യാണം കൽക്കിയുമായി നടക്കില്ല എന്നറിഞ്ഞ അവർ തിരിച്ചു വരാൻ ഒരുങ്ങുന്നു. പക്ഷേ വഴിയിൽ വെച്ച് അവർ തന്റെ തീരുമാനം മാറ്റി. കൽക്കി രാകേഷിന് ചേർന്ന പെൺകുട്ടിയല്ല എന്നും സൂരജിനാണ് അവൾ ചേരുന്നതെന്നും എല്ലാ മക്കളിലും സൽസ്വഭാവി സൂരജാണെന്നും രാംചരൻ പറഞ്ഞു. തിരിച്ച് പ്രതാപിന്റെ വീട്ടിലെത്തിയ രാംചരൻ പ്രതാപിന് 5,00,000 രൂപയും 5 പശുക്കളും തരാമെന്ന് പറയുന്നു. 5,00,000 രൂപ അപ്പോൾ തന്നെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്ത സീനിൽ കല്യാണ ദിവസമാണ് കാണിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് കൽക്കിയുടെ വിവാഹം രാംചരന്റെ 5 ആൺമക്കളുടെ കൂടെയാണ് നടക്കുന്നതെന്ന്. പ്രതാപ് 5,00,000 രൂപയ്ക്ക് തന്റെ മകളെ അവർക്ക് 5 പേർക്കും കല്യാണം കഴിച്ചു കൊടുക്കാൻ റെഡിയായി. 5 സഹോദരന്മാരുമായിട്ടുള്ള കൽക്കിയുടെ വിവാഹം നടക്കുന്നുണ്ട്. അതിനുശേഷം ആരാണ് കൽക്കിയുടെ കൂടെ ആദ്യ രാത്രി ചിലവഴിക്കുക എന്ന ചർച്ചയുണ്ടാകുന്നു. രാകേഷ് മൂത്തതായതിനാൽ അയാളാണ് ആദ്യം പോകേണ്ടതെന്ന് പറയുന്നു. അതുപോലെ 5 സഹോദരന്മാരും ആഴ്ചയിൽ 5 ദിവസങ്ങളിൽ അവളോടൊത്ത് രാത്രി ചിലവഴിക്കും. ബാക്കി 2 ദിവസം രാകേഷ് മൂത്ത ആളായതിനാൽ അയാൾ തന്നെ പോകുമെന്ന് പറയുന്നു. ഇതൊക്കെ കേട്ട് രാംചരൻ രാകേഷിന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ട്. താനാണ് അവരെ ഇത്ര നാള് നോക്കിയതെന്നും അവർക്ക് വേണ്ടി വധുവിനെ കൊണ്ടുവന്നതും താനാണെന്നും ആ വധുവിന് വേണ്ടി 5,00,000 രൂപയും 5 പശുക്കളെയും ചിലവഴിച്ചതും താനാണെന്ന് രാംചരൻ അവരോട് പറയുന്നുണ്ട്. രാംചരൻ തന്റെ മക്കളാരും തന്നെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നും അവരോട് പറയുന്നു. അത് കേട്ട രാകേഷ് എന്താണ് അയാൾക്ക് വേണ്ടതെന്ന് ചോദിക്കുന്നു. സീനിൽ കൽക്കി റൂമിൽ കിടക്കുമ്പോൾ അവളുടെ അടുത്തേക്ക് രാംചരനാണ് വരുന്നത്. ഇതിൽ നിന്ന് രാംചരൻ മക്കളുടെ അടുത്ത് കൽക്കിയുടെ കൂടെ ആദ്യ രാത്രി ചിലവഴിക്കാൻ ആദ്യം തനിക്ക് പോകണമെന്നും ആഴ്ചയിൽ ബാക്കിയുള്ള 2 ദിവസം അവളുടെ കൂടെ അയാൾ ചിലവഴിക്കുമെന്നും പറഞ്ഞുവെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. രാവിലെ ആയപ്പോൾ കൽക്കി തന്റെ കൂടെ രാത്രി ഉണ്ടായിരുന്നത് ഹസ്ബൻഡ് അല്ല എന്നും രാംചരൻ ആണെന്നും മനസ്സിലാക്കി കരയുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ അവൾ അവിടുത്തെ പണികളെല്ലാം എടുക്കാൻ തുടങ്ങിയിരുന്നു. അന്ന് രാത്രി രാകേഷ് അവളുടെ റൂമിലെത്തുന്നു. അവളോട് സംസാരിക്കുക പോലും ചെയ്യാതെ അവളുടെ കൂടെ ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുന്നുണ്ട്. അടുത്ത ദിവസം കൽക്കിക്ക് പശുവിന്റെ പാല് കറക്കാനുള്ള പണി അവർ കൊടുക്കുന്നുണ്ട്. വരെ അവൾ പശുവിന്റെ പാല് കറന്നിട്ടില്ലായിരുന്നു. അവൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ മാത്രമായിരുന്നു അറിയുക. ഇതുപോലുള്ള ജോലികൾ ഒന്നും അറിയില്ലായിരുന്നു. അവൾ പാല് കറക്കാൻ വേണ്ടി പശുവിന്റെ അടുത്തെത്തിയപ്പോൾ പശു അതിന് സമ്മതിക്കുന്നില്ല. അപ്പോൾ അവിടേക്ക് സൂരജ് വരികയും അവളെ പശുവിന്റെ പാല് കറക്കാൻ സഹായിക്കുകയും ചെയ്തു. അന്ന് രാത്രിയും സഹോദരന്മാരിൽ ഒരാൾ അവളെ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തുന്നുണ്ട്. അടുത്ത ദിവസം അവൾ വെള്ളം കോരുന്ന കണ്ട സൂരജ് അവളെ അതിന് സഹായിക്കുന്നുണ്ട്. അന്ന് രാത്രി സൂരജ് ആയിരുന്നു അവളുടെ കൂടെ കഴിയുക. അവൾക്ക് വയ്യ എന്ന് മനസ്സിലാക്കിയ അയാൾ അവളെ വിശ്രമിക്കാൻ വേണ്ടി സമ്മതിക്കുന്നുണ്ട്. ഓരോ രാത്രിയും ഓരോ സഹോദരന്മാർ അവളുടെ അടുത്ത് വരുന്നതും പോകുന്നതും നമുക്ക് കാണാം.
സൂരജ് മാത്രം അവളുടെ അടുത്ത് വരുമ്പോൾ വളരെ സ്നേഹത്തോടെ അവളെ ഉറങ്ങാൻ സമ്മതിക്കുന്നുണ്ട്. സൂരജിന്റെ ഈ പെരുമാറ്റം അവനിലേക്ക് അവളെ വല്ലാതെ ആകർഷിക്കുന്നുണ്ട്. അതിനുശേഷം അവളുടെ അടുത്ത് വേറെ ആര് വന്നാലും അവൾ ഒന്നിനും സമ്മതിക്കാതെ ആയി. സൂരജിന്റെയും കൽക്കിയുടെയും ബന്ധം ദിവസം കഴിയുന്തോറും സ്ട്രോങ് ആയി വരാൻ തുടങ്ങി. ഈ കാര്യം ബാക്കിയുള്ള സഹോദരന്മാർക്കും അവന്റെ അച്ഛനും അത്ര സഹിക്കാൻ വയ്യാതെ ആയിരുന്നു. അവർക്കൊക്കെ സൂരജിന്റെ അടുത്ത് വല്ലാതെ ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു. സൂരജിനെ രാംചരൺ ഒരു കാരണവുമില്ലാതെ വഴക്കു പറയുന്നു. പക്ഷേ കൽക്കി ആ സമയത്തും അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട ബാക്കി സഹോദരന്മാർക്ക് അവനോട് ഭയങ്കര അസൂയയാകുന്നുണ്ട്. അവരെല്ലാവരും കൂടെ ചേർന്ന് സൂരജിനെ കൊന്ന് നദിയിലേക്ക് വലിച്ചെറിയുന്നു. സൂരജിന്റെ മരണത്തിൽ കൽക്കി ഒത്തിരി കരയുന്നുണ്ട്. പോലീസുകാർ സൂരജിന്റെ മരണം അന്വേഷിക്കാൻ വേണ്ടി അവരുടെ വീട്ടിലെത്തുന്നു. സൂരജ് പരീക്ഷയ്ക്ക് തോറ്റതുകൊണ്ട് അവൻ നദിയിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്ന് പോലീസുകാരോട് അവന്റെ സഹോദരന്മാർ പറയുന്നു. സൂരജിന്റെ മരണശേഷം ബാക്കിയുള്ള സഹോദരന്മാർ അവളുടെ അടുത്ത് കൂടുതൽ ലൈംഗിക വൈകൃതങ്ങൾ കാണിക്കാൻ തുടങ്ങി. സഹികെട്ട കൽക്കി രഘുവിന്റെ കയ്യിൽ അവളുടെ അച്ഛന് കൊടുക്കാൻ വേണ്ടി ഒരു കത്ത് കൊടുത്തുവിടുന്നു. കത്തിലെ വിവരം വായിച്ച പ്രതാപ് രാംചരന്റെ വീട്ടിലെത്തുന്നു. പഴയ പ്രതാപിൽ നിന്ന് അയാൾ ഒത്തിരി മാറിയിരുന്നു. ടൗണിലേക്ക് താമസം മാറ്റിയിരുന്നു. പുതിയ വണ്ടിയും മൊബൈൽ ഫോണും വാങ്ങിയിരുന്നു. അയാൾ രാംചരന്റെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ വാങ്ങിക്കുന്നു. കൽക്കിയെ അവിടെ നിന്ന് രക്ഷിക്കുന്നതിന് പകരം രാംചരൻ കൂടെ കൽക്കിയെ അബ്യൂസ് ചെയ്യുന്നതിന്റെ പൈസയായിട്ടാണ് അയാൾ 1 ലക്ഷം രൂപ അവിടെ നിന്ന് വാങ്ങിയത്. കൽക്കിയെ അവിടെ തന്നെ നിർത്തി പട്ടണത്തിലേക്ക് തിരിച്ചു പോകുന്നു. കൽക്കി കത്തെഴുതി അച്ഛനെ അറിയിച്ചതുകൊണ്ട് 1 ലക്ഷം രൂപ കൂടെ നഷ്ടപ്പെട്ടതിൽ ദേഷ്യം വന്ന രാകേഷ് കൽക്കിയെ പൊതിരെ തല്ലുന്നു. അത് രഘു ജനാലയുടെ അടുത്ത് നിന്ന് കാണുന്നുണ്ട്. അവൾ രഘുവിന്റെ അടുത്ത് ഇവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകാൻ വേണ്ടി പറയുന്നു. രഘുവും കൽക്കിയും കൂടെ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. ആ പോകുന്നതിന്റെ ഇടയിൽ രാകേഷ് രഘുവിനെ ജീപ്പിൽ വന്ന് വെടിവെച്ച് വീഴ്ത്തുന്നു. എന്നിട്ട് അവരെല്ലാവരും കൂടെ രഘുവിനെ വെട്ടി കഷ്ണം കഷ്ണമാക്കുകയാണ്. കണ്ടത് കൽക്കി തല കറങ്ങി വീഴുന്നു. പിന്നെ അവൾ എഴുന്നേക്കുന്നത് ഒരു തൊഴുത്തിലാണ്. രഘുവിന്റെ കൂടെ വീട്ടിൽ നിന്ന് ഓടിപ്പോയതിന് കൽക്കിയെ അവർ തൊഴുത്തിൽ പശുക്കളുടെ കൂടെ കെട്ടിയിടുന്നു. അവൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. പക്ഷെ പറ്റുന്നില്ല. കാലിൽ ചങ്ങല വെച്ചാണ് അവളെ കെട്ടിയിട്ടിരുന്നത്. രഘുവിന്റെ മരണത്തിൽ അവന്റെ സഹോദരനും അങ്കിളും ഭയങ്കര സങ്കടത്തിലാണ്. അവർ രഘുവിന്റെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി രാത്രി വീട്ടിലെത്തുന്നു. എല്ലാവരെയും രഘുവിനെ കൊന്നതുപോലെ വെട്ടി കഷ്ണം കഷ്ണമാക്കാനാണ് അവർ അവിടെ വന്നത്. പക്ഷേ തൊഴുത്തിനടുത്തെത്തിയ അവർ കൽക്കിയെ അവിടെ കെട്ടിയിട്ടിരിക്കുന്നത് കാണും. രഘുവിന്റെ മരണത്തിന് കാരണക്കാരിയായ കൽക്കിയെ രഘുവിന്റെ അങ്കിൾ പീഡിപ്പിക്കുന്നു. അങ്ങനെ അവർ രഘുവിന്റെ മരണത്തിന് പ്രതികാരം വീട്ടാമെന്ന് കരുതുന്നു. കെട്ടിയിട്ടിരിക്കുന്നത് കൊണ്ട് കൽക്കിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനും സാധിക്കുന്നില്ല. രാംചരൺ പുതിയൊരു പയ്യനെ വീട്ടിലെ ജോലികൾ ചെയ്യാൻ വേണ്ടി ജോലിക്കെടുക്കുന്നുണ്ട്. സുഖ എന്നാണ് അവന്റെ പേര്. അവൻ തൊഴുത്തിലെത്തുന്ന സമയത്ത് കൽക്കി അവിടെ കിടപ്പുണ്ടാവും. അവൻ ഓടിപ്പോയി കൽക്കിക്ക് ആരും കാണാതെ ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നു. രഘുവിന്റെ അങ്കിൾ രഘുവിനെ കൊന്നതിന് പ്രതികാരം ചെയ്യാൻ നാട്ടുകാരോട് പറയുന്നു. എല്ലാവരും അതിന് അവരോട് യോജിക്കുന്നുമുണ്ട്. രഘുവിന്റെ അങ്കിൾ ആരും അറിയാതെ തൊഴുത്തിലെത്തി നിരന്തരം കൽക്കിയെ പീഡിപ്പിക്കാറുണ്ട്. രാംചരനും മക്കളും ഓരോരുത്തരും പല ദിവസങ്ങളിലായി തൊഴുത്തിൽ വന്ന് അവിടെ കിടക്കുന്ന കൽക്കിയെ പീഡിപ്പിക്കുന്നു. അവൾ മരിച്ചു പോകാതെ ഇരിക്കാൻ സുഖ അവൾക്ക് ഭക്ഷണവും വെള്ളവും എല്ലാം കൊടുത്ത് അവളെ ജീവനോടെ വെക്കുന്നുമുണ്ട്. കുറെ നാളുകൾക്ക് ശേഷം കൽക്കി താൻ പ്രഗ്നന്റ് ആണെന്ന് തിരിച്ചറിയുന്നുണ്ട്. അവളുടെ വയറ് വീർത്തു തുടങ്ങിയിരുന്നു. അത് രാംചരനും മക്കളും മനസ്സിലാക്കി. അവർ ജോത്സ്യനെ വിളിച്ച് ജാതകം നോക്കിയപ്പോൾ ഒരു ആൺകുട്ടി ജനിക്കാൻ പോകുന്നു എന്ന് പറയുന്നു. കുട്ടിയുടെ അച്ഛന്റെ പേര് എഴുതുന്ന സമയം 4 ആൺമക്കളും താനാണ് ആ കുട്ടിയുടെ അച്ഛൻ എന്ന് പറയുന്നു. അപ്പോൾ രാംചരൺ താനാണ് അവളുടെ കൂടെ ആദ്യ രാത്രിയിൽ ഉണ്ടായിരുന്നതെന്നും അതിനാൽ താനാണ് ആ കുട്ടിയുടെ അച്ഛനെന്നും പറയുന്നു. കൽക്കി ഗർഭിണിയാണെന്ന് അറിഞ്ഞതോടെ എല്ലാവരും അവളെ നന്നായി പരിപാലിക്കാൻ തുടങ്ങുന്നു. രാംചരന്റെ ആറ്റിറ്റ്യൂഡേ മൊത്തത്തിൽ മാറിയിരുന്നു. അപ്പോഴേക്കും കൽക്കിയുടെ വയറ്റിലുള്ളത് രഘുവിന്റെ ചേട്ടന്റെ കുട്ടിയാണെന്ന് പറഞ്ഞ് രഘുവിന്റെ അങ്കിൾ നാട്ടുകാരെ കൂട്ടി അവരുടെ വീട്ടിലെത്തുന്നു. കൽക്കി അവരുടെ കൂടെ കൂട്ടിക്കൊണ്ടു പോകാനാണ് വന്നത്. രാംചരൺ പോയി തോക്കെടുത്തുകൊണ്ടുവരുന്നു. നാട്ടുകാരെ തോക്ക് കാട്ടി അയാൾ പേടിപ്പിച്ചു വിടുന്നുണ്ട്. അതിന്റെ പിന്നാലെ അയാളുടെ 4 ആൺമക്കളും ആളുകളെ കൂട്ടി ആൾക്കാരെ തല്ലാൻ വേണ്ടി പോകുന്നു. നാട്ടുകാരും ആ 4 സഹോദരങ്ങളുമായി വലിയ അക്രമം തന്നെ ഉണ്ടാകുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ടുള്ള ലഹള ആ നാട്ടിൽ പൊട്ടിപ്പുറപ്പെടുന്നു. കൽക്കിയെ രാംചരൺ കെട്ടിയിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ പോവുകയായിരുന്നു. അപ്പോഴേക്കും സുഖ കത്തി കൊണ്ട് രാംചരണിനെ കുത്തിക്കൊല്ലുന്നു. സുഖ എന്നിട്ട് പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. രാംചരന്റെ ഓരോ മക്കളെയും നാട്ടുകാർ കൊല്ലുന്നുണ്ട്. അതിനിടയിൽ കൽക്കിക്ക് പ്രസവ വേദന തുടങ്ങുകയാണ്. ആ നാട്ടിലെ ആളുകൾ ജോത്സ്യനടക്കം എല്ലാവരും കലാപത്തിൽ മരിച്ചിരുന്നു. പേടിച്ചോടിപ്പോയ സുഖ തിരിച്ചു വന്ന് നോക്കുമ്പോൾ കൽക്കി ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകിയിരുന്നു. ആ പെൺകുട്ടിയെ ചേർത്ത് പിടിച്ച് കൽക്കി പുഞ്ചിരിക്കുന്നതോടെ ഈ മൂവി അവസാനിക്കുന്നു. ഇതുപോലെയുള്ള മൂവികൾ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലൊരു മൂവിയുമായിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ.